മക്കളെ, ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടേമിലെ ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. നേരത്തെ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കാണണം. നിങ്ങൾ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പഠിച്ചതിന് ശേഷം എക്സാമിന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ദിവസത്തെ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റും, ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. എങ്ങനെയാണ് ആ മോഡൽ എന്ന് നിങ്ങൾ പഠിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. പാരഗ്രാഫിൽ നിന്നും ആൻസർ എഴുതാനാണ്. ഗണ്ട് കേലിയ ശീർഷക് ദേം. ഇതിന് ഉചിതമായിട്ടുള്ള ഒരു തലക്കെട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുചിതമായിട്ടുള്ളൊരു പേര് നൽകണം. അതായത് ഇത് സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. ഗാവ് കെ ലോഗോ കാ മാനന ഹേ കി ഹമാരെ പൂർവജോ ने कहा था कि तुम सफाई के जरिए ही खुद को बचा सकते हो, फिर चाहे वह गाना हो, घर हो, जमीन हो, गाँव हो या फिर अपना शरीर ही क्यों न हो, सफाई जरूरी है. കണ്ടോ, ഇതിന് വേണ്ടിയിട്ട് ഉചിതമായിട്ടുള്ള തലക്കെട്ട് നൽകാനാണ് പറഞ്ഞത്. നമുക്കിതിന് വേണ്ടി ഉചിതമായ ഒരു തലക്കെട്ട് നൽകാം, സഫായി അല്ലെങ്കിൽ സഫായി സരൂരി ഹേ. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും പേര് നൽകുക. ഇവിടെ ഒരു പേര് നൽകി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും എഴുതണം. അവിടെ എഴുതിയാൽ എന്തായാലും അതിൻ്റെ മാർക്ക് കിട്ടും. ഓക്കെ, ഹമാരെ പൂർവജോനെ ക്യാ കഹാദ. നമ്മുടെ പൂർവികർ എന്താണ് പറഞ്ഞത്? हमारे पूर्वजों ने कहा था कि तुम सफाई के जरिए ही खुद को बचा सकते हो. കണ്ടോ, ഇവിടെ ഉണ്ട് അതിന്റെ ആൻസർ, അത് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് കിൻ കിൻ ബാത്തോ മേ സഫായി സരൂരി ഹേ. എന്തെല്ലാം കാര്യങ്ങളിലാണ് സഫായി അത്യാവശ്യമാണ്, വൃത്തി ശുചിത്വം അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്? फिर चाहे वह गाना हो, घर हो, जमीन हो, गाँव हो या फिर अपना शरीर ही क्यों न हो, सफाई जरूरी है. എന്തിനൊക്കെയാണ് ശുചിത്വം അത്യാവശ്യമാണ് എന്ന് പറഞ്ഞത്? ഭക്ഷണമാവട്ടെ, വീടാവട്ടെ, ഭൂമിയാവട്ടെ, ഗ്രാമമാവട്ടെ, സ്വന്തം ശരീരാവയവങ്ങളാവട്ടെ, എന്തു തന്നെയായിരുന്നാലും ശുചിത്വം അത്യാവശ്യമാണ് എന്നാണ് പറഞ്ഞത്. അടുത്തത് നോക്കാം. നീച്ചെ ദിയെ ശബ്ദോ കാ സമാനാർത്ഥക ശബ്ദ ഗണ്ട് സേ ലിഖേ. താഴെ തന്നിരിക്കുന്ന ശബ്ദിന്റെ സമാനാർത്ഥമുള്ള ഒരേ അർത്ഥം വരുന്ന പദം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് തന്ന ഈ പാരഗ്രാഫിൽ അത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത്. സ്വയം എന്നർത്ഥം വരുന്നത് നമ്മൾ ആദ്യമേ പഠിച്ചതാണല്ലേ, ഫസ്റ്റ് ചാപ്റ്ററിനെ പഠിച്ചതാണ്. ഗുദ്, ഗുദ് സേ പ്യാർ നമ്മൾ പഠിച്ചില്ലേനോ? ഗുദ്, അതാണെന്ത്? സ്വയം. ഭൂമി, ഭൂമി എന്നർത്ഥം വരുന്നത് എന്താണ്? സെമീൻ. നിങ്ങളുടെ ഈ പാരഗ്രാഫിൽ ഉണ്ട്, കണ്ടോ? സെമീൻ എന്നാണ് ഭൂമി എന്നർത്ഥം വരുന്നത്. അതുപോലെ തന്നെ ഒന്നാമത്തെ സ്വയം എന്നതിന്റെ അർത്ഥം എന്താണ്? ഗുദ്. സ്വയം എന്നതിന്റെ അർത്ഥം എന്താണ്? ഗുദ്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സന്ദേശ് വാക്യ ജോഡ്കർ പരിസ്ഥിതി സംരക്ഷൺ പർ ഏക് പോസ്റ്റർ തയ്യാർ കരേ. സന്ദേശവാക്യം ഉപയോഗിച്ചിട്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയുള്ള ക്വസ്റ്റിന്റെ ആൻസർ ഒക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ആൻസർ കണ്ടോ? സഫായി, തും സഫായി കെ സരിയെ ഹി ഖുദ് കോ ബചാ സക്തേ ഹോ, ഗാന ഹോ, ഘർ ഹോ, സെമീൻ ഹോ, ഗാവ് ഹോ യാ ഫിർ അപ്നാ ശരീർ ഹി ക്യോം ന ഹോ, സഫായി സരോരി ഹേ. പാരഗ്രാഫിൽ കാണിച്ചു തന്നല്ലോ നിങ്ങൾക്ക്, അതൊക്കെ ഇവിടെ എഴുതിയതാണ് കേട്ടോ അത്. പിന്നെ ഗുദ്, സെമീൻ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പാരഗ്രാഫിൽ ഉണ്ട് എന്ന് കാണിച്ചു തന്നതാണ്. കൂടെ കച്ചരേസെ ഗാദ് ബനായ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ അല്ലെ. രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കിയതിന് ശേഷം ആൻസർ നോക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റർ വചനങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പോസ്റ്റർ വചനം തന്നതുകൊണ്ട് ഇത് എടുത്ത് എഴുതുക, പിക്ചർ വരയ്ക്കുക, ബോക്സ് വരയ്ക്കുക, അത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, പരിസ്ഥിതി സംരക്ഷൺ ഹമാരാ കർത്തവ്യ ഹേ എന്ന് എഴുതണം. പ്രകൃതി ഹമാരി മാം ഹേ, പ്രകൃതി കാ നാശ് ഹമാരാ നാശ്. ഒരു കാര്യം മക്കളെ, നിങ്ങൾ ഈ 3 സെന്റൻസ് ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസ്റ്റർ വരുന്ന സമയത്ത് അത് ഉപകാരപ്പെടും. നിങ്ങൾക്ക് അത് എഴുതി കൊടുക്കാം. എല്ലാ ക്വസ്റ്റ്യനിലും ഇതുപോലെ പോസ്റ്റർ വചനങ്ങൾ തരണം എന്നില്ല. ഒരുപക്ഷെ ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ എഴുതേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ,
ഇനി നോക്കാം സന്ദേശ് വാക്യ ജോഡ്കർ പോസ്റ്ററിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 4 മാർക്കാണ് അതിനുള്ളത്. ഇനി അടുത്തത് സഹി പ്രസ്താവ് ചുൻകർ ലിഖിയാണ്. സഹി പ്രസ്താവ് ചുൻകർ ലിഖി എന്ന് പറഞ്ഞാല് ശരിയായിട്ടുള്ള പ്രസ്താവന ഇതിലേതാണോ അത് എഴുതാനാണ് പറഞ്ഞത്. അതായത് ഇതിലൊരു സെന്റൻസ് ശരിയാണ്, ആ സെന്റൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. എത്രണ്ണം എന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല അല്ലെ. ശരിയായിട്ടുള്ളത് എഴുതുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 3 സെന്റൻസ് തന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും, എത്രണ്ണം എഴുതണം, ഇതിൽ എത്രണ്ണം ശരിയുണ്ട് അല്ലെ. ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ എത്രണ്ണം ശരിയായിരിക്കും എന്ന് കൺഫ്യൂഷൻ വരും. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ 2 ഒക്കെ എടുത്ത് എഴുതും, 2 ശരിയാണെന്ന് കരുതിയിട്ട്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യാതിരിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നേരെ ഇപ്പുറത്തേക്ക് നോക്കുക. എത്രയാണ് മാർക്ക്? 1 മാർക്കാണുള്ളത് അല്ലെ. 1 മാർക്കാണെങ്കിൽ നമ്മൾ ഇതൊന്ന് 1 എഴുതിയാൽ മതി. ഇവിടെ 2 മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് 2 എഴുതണം. ഓക്കെ, അപ്പൊ ഇവിടെ 1 മാർക്കാണുള്ളത്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് 1 എഴുതിയാൽ മതി. അപ്പൊ ഇതിൽ 1 ശരിയായിട്ടുള്ളത്. ആ 1 നമ്മൾ കണ്ടെത്തണം. കൂടെ കച്ചരെ നദിമേ ഫെങ്കേ, വേസ്റ്റുകൾ ചപ്പു ചവറുകളൊക്കെ എന്ത് ചെയ്യാൻ, നദിയിൽ എറിയാനാ പറയണത്. ശരിയാണോ? ശരിയല്ല. കൂടെ കച്ചരേസെ ഗാദ് ബനായേ, ചപ്പു ചവറുകൾ കൊണ്ട് എന്ത് ചെയ്യാ, വളം, ഗാദ് വളം, വളം നിർമ്മിക്കാൻ. ശരിയാണ് അല്ലെ. കൂടെ കച്ചരെ സടക്ക് മേ ഫെങ്കേ, റോട്ടിൽ എറിയാനാണ് പറയണത്. ശരിയാണോ? അല്ല. അപ്പൊ ഇത് രണ്ടും തെറ്റാണ്. വളം ഉണ്ടാക്കാൻ പറഞ്ഞ സെന്റൻസ് ആണ് ശരിയായിട്ടുള്ളത്. കൂടെ കച്ചരേസെ ഗാദ് ബനായേ, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതി കൊടുക്കേണ്ടത്. അതാണ് ഇവിടെ എഴുതിയത്, കണ്ട. കൂടെ കച്ചരേസെ ഗാദ് ബനായേ. ഇനി അടുത്തത് നോക്കാം. അടുത്ത ആക്ടിവിറ്റി 3-മത്തത് രബഡ് തയ്യാർ കരെ, റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഗാന്ധിജി അഹമ്മദാബാദ് സെ പൈദൽ ചൽക്കർ ദണ്ഡി പഹുഞ്ചെ, ഗുദ് നമക് ബനാക്കർ अंग्रेजों का कानून तोड़ा, इस घटना का समाचार पत्र के लिए रबड़ तैयार करें. ന്യൂസ് റിപ്പോർട്ട്. ഗാന്ധിജി അഹമ്മദാബാദിൽ കാൽനടയായിട്ട് എത്തിയിട്ട് അവിടെ സമുദ്രത്തിൽ നിന്ന് എന്ത് ചെയ്തു, സ്വയം ഉപ്പുണ്ടാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാരുടെ നിയമത്തിനെ ലംഘിച്ചു. ഇത് എന്ത് ചെയ്യണം, വാർത്തയായിട്ട് കൊടുക്കണം. വാർത്തയായിട്ട് കൊടുക്കുമ്പോൾ എന്തൊക്കെ വേണം, സ്ഥലം വേണം, ഒരു ഹെഡിങ് വേണം ആദ്യം തന്നെ അല്ലെ. ഹെഡിങ് വേണം, സ്ഥലത്തിന്റെ പേര് വേണം, പിന്നെ എന്താണോ കാര്യം അത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ എങ്ങനെയാണ് റബഡ് തയ്യാറാക്കേണ്ടത് എന്നത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തി എന്ന് പറഞ്ഞല്ലോ. അതിലും ഇതേ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. വേറെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ഇതുപോലൊരു ക്വസ്റ്റ്യൻ അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ആൻസർ ആ ക്വസ്റ്റ്യൻ ചെയ്തതിലുണ്ട്, അതൊന്ന് കാണുക. അതിന്റെ ലിങ്ക് ഞാൻ താഴെ തരുന്നതായിരിക്കും. നിങ്ങളൊന്ന് അത് കണ്ട് പഠിക്കുക എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കേട്ടോ. അത് ചെയ്തത് കൊണ്ട് ഞാൻ ഇവിടെ അത് എഴുതിയിട്ടില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് ഞാനൊന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടേ ഉള്ളൂ. ഇനി അടുത്തത് നോക്കാം. ഗാന്ധിജിനെ കൈസെ അംഗ്രേസോ കാ കാനൂൻ തോടാ, ഗാന്ധിജി എങ്ങനെയാണ് അംഗ്രേസോ കാ കാനൂൻ തോടാ, ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചത്. ബ്രിട്ടീഷുകാരുടെ നിയമം ഗാന്ധിജി എങ്ങനെയാണ് ലംഘിച്ചത്? എങ്ങനെയാണ് ഗാന്ധിജി ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചത്? ഗുദ് നമക് ബനാക്കർ അംഗ്രേസോ കാ കാനൂൻ തോടാ, സ്വയം ഉപ്പുണ്ടാക്കിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചത്. ഗുദ് നമക് ബനാക്കർ അംഗ്രേസോ കാ കാനൂൻ തോടാ, കണ്ടാ. അതാണ് നമ്മൾ അതിന്റെ ആൻസർ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. 4-മത്തെ ആക്ടിവിറ്റിയാണ്. സിത്താര, ഗുദ്, സജ, ആസാദ്, ധർത്തി. സഹി മിലാനാണ് കേട്ടോ. സഹി മിലാൻ ചെയ്യാനാണ്. എന്താ പറയാ, മാച്ച് ചെയ്യാ, ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറയില്ലേ. സ്വതന്ത്രത, നക്ഷത്ര, ദണ്ഡ്, ഭൂമി, സ്വയം, അതാണ് അവിടെ തന്നിരിക്കുന്നത്. സിത്താര എന്ന് പറഞ്ഞാൽ എന്താണ്? നക്ഷത്രമാണ് അല്ലെ. നക്ഷത്ര, കണ്ടാ, സിത്താര നക്ഷത്ര, അതാണ് നമ്മൾ എഴുതേണ്ടത്. ഗുദ് സ്വയം, നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ് ഇവിടെ വന്നത് അല്ലെ. ഗുദ് നേരത്തെ ചോദിച്ചതല്ലേ, സ്വയം. സജ ദണ്ഡ്, ശിക്ഷ. ആസാദ് സ്വതന്ത്ര. ധർത്തി ഭൂമി. ഓക്കെ, എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. അതാ നക്ഷത്ര, സ്വയം, ദണ്ഡ്, സ്വതന്ത്ര, ഭൂമി. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് നോക്കാം. 5-മത്തെ ആക്ടിവിറ്റിയാണ്. പൂരാകരെ, ഫിൽ ചെയ്യാനാണ് പറഞ്ഞത്. സമുദ്രക്കെ പാനി സേ ഡേഷ് ബനാത്തെ ഹെ, ചാവൽ, നമക്ക്, ചായ്. ചാവൽ പറഞ്ഞ അരി, നമക്ക് ഉപ്പ്, ചായ് ചായ. സമുദ്രത്തിന്റെ വെള്ളം കൊണ്ട് എന്താ ഉണ്ടാക്കിയത്? നമക്ക് അല്ലെ. നമക്ക്.
महात्मा गांधी ने नमक की डैश लिखी, नमक की रबट लिखी, नमक की കവിത लिखी, നമക്ക് की കഹാനി लिखी. മഹാത്മാഗാന്ധിയുടെ ആ പാഠത്ത് നമ്മൾ പഠിച്ചതാണ്. ആദ്യം തന്നെ രാജാവിന്റെയും മക്കളുടെയും കഥയാണ് അല്ലെ, ഉപ്പിന്റെ കഥയല്ലേ അതിൽ നമ്മൾ പഠിക്കുന്നത്. കഹാനി എന്താണ്? കഹാനി. മഹാത്മാഗാന്ധി ഉപ്പിന്റെ കഥ എങ്ങനെയാണ് നടന്നുകൊണ്ട് ഉപ്പിന്റെ കഥ എഴുതി നമ്മൾ പഠിച്ചില്ലേ. ഗാവ് മേ ഡേഷ് സേ ബനെ ഡസ്റ്റ്ബിൻ ലഗായേ, ഗ്രാമത്തില് ഡാഷ് എന്തുകൊണ്ടാണ് ഡസ്റ്റ്ബിൻ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്? ബാംസ് എന്താണ്? ബാംസ്. അടുത്ത നോക്കാം. സൂരജ് അപ്പനി जल से प्यार करते हैं, फूल से प्यार करते हैं, आग से प्यार करते हैं. ഏതാണ് ശരി? സൂരജ് അപ്പനി ആഗ് സേ, സൂരജ് അപ്പനി ആഗ് സേ പഠിച്ചല്ലേ. പ്യാർ करते हैं. വർഷ और धूप में काम करता है, ആരാണ് മഴയിലും വെയിലിലും ജോലി ചെയ്യുന്നത്? ടീച്ചർ. വർഷ और धूप में काम करते हैं. किसान वर्षा और धूप में काम करते हैं. डॉक्टर वर्षा और धूप में काम करते हैं. ആരാണ്? കിസാൻ അല്ലേ. കിസാൻ വർഷ और धूप में काम करता है. ആൻസർ എന്താണ്? കിസാൻ. നോക്കാം ആൻസർ എഴുതിയത്. നമക്ക്, കഹാനി, ബാംസ് സെ, ആഗ്, കിസാൻ. ഓക്കെ, അതിന്റെയൊക്കെ ആൻസർ ആണ് എഴുതിയത് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. ലേഖ് തയ്യാർ കരെ, ലേഖനം തയ്യാറാക്കാനാണ് പറഞ്ഞത്. നീച്ചെ ദിയേ ഗയെ ബിന്ദുओं की सहायता से लेख तैयार करें. लेख का विषय है सफलता के लिए परिश्रम की आवश्यकता है. ഇതേ ആൻസർ തന്നെ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അതിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കാണണം. ലിങ്ക് തരുന്നതാണ്, തീർച്ചയായിട്ടും കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് രണ്ട് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ നോക്കിയ രണ്ട് മോഡൽ ക്വസ്റ്റ്യനിലും ഇതേ ക്വസ്റ്റ്യൻ വന്നത്. മനസ്സിലായോ? ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. നീച്ചെ ദിയെ ഗയെ ബിന്ദുओं की सहायता से सफलता के लिए परिश्रम की आवश्यकता है എന്ന വിഷയത്തില് ലേഖനം എഴുതാനാണ് പറഞ്ഞത്. പരിശ്രം അച്ഛാ ഗുൺ ഹേ, പരിശ്രം കർണേ വാലെ ജീത്തെ ഹേ, ജീവൻ മേ സഫലത പ്രാപ്ത് കർണ, ഹാർ ദക്കാന കാ സാമന കർണ. ഇത്രയും സൂചനകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിന്റെ ലേഖനം തയ്യാറാക്കേണ്ടത്. ഇനി അടുത്ത സഹി പ്രസ്താവ് ചുൻകർ ലിഖിയാണ്. 3 തന്നിട്ടുണ്ട്. മാർക്ക് നോക്കുക. 1 മാർക്കാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ എത്ര എണ്ണാണ്? 1. ഇതിൽ 1 ശരിയായിട്ടുള്ളത് ഉണ്ടാവുക. സഹി പ്രസ്താവ് ചുൻകർ ലിഖി. പരിശ്രम करने वाले विजयी होते हैं, परिश्रम करने वाले पराजयी होते हैं, परिश्रम करने वाले जीवन में आगे नहीं बढ़ते. ഏതാണ് ശരി? പരിശ്രം കർണേ വാലെ വിജയി ഹോത്തേ ഹേ അല്ലേ. അത്രയാണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. ഇവിടെ ആൻസർ എഴുതിയിട്ടുണ്ട്. പരിശ്രം കർണേ വാലെ വിജയി ഹോത്തേ ഹേ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഇതിന് മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതും 2 ക്വസ്റ്റ്യനും നിങ്ങൾ തീർച്ചയായിട്ടും ഈ മോഡൽ ചെയ്തത് ഒന്ന് കാണണം. നിർബന്ധമായിട്ടും നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന എക്സാമിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും എന്ന കാര്യത്തിൽ 100% ഉറപ്പുണ്ട്. ഓക്കെ, എല്ലാ മക്കളും നന്നായിട്ട് കണ്ട് പഠിക്കുക, ഫുൾ മാർക്ക് വാങ്ങുക.